നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളും കാര്യങ്ങളും. അവിടെയാണ് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ഇപ്പോൾ ലിറ്റ്മസിന് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് വരുന്നു. അത് നിസ്സാര കാര്യമല്ല. അപ്പോൾ സ്പെഷ്യലി ഒരു എത്തീസ്റ്റ് മീറ്റ് എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് ആ പേര് കൊടുത്ത് തന്നെ നമ്മൾ നടത്തുന്നത്. അപ്പോൾ അവിടെ 10 പേര് കുറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് എന്ന് കരുതുന്ന ആളുകൾ, അതെന്ത് മാനസികാവസ്ഥ എന്ന് എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്കോ സാധിക്കുന്നില്ല. ആരെങ്കിലും ചെയ്യുന്ന ആളുകളെ അവരെ കൂടെ നിരുത്സാഹപ്പെടുത്തുകയും അവരെ ഡീഗ്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾ എന്ത് സേവനമാണ് ഈ സമൂഹത്തിന് ചെയ്യുന്നതെന്ന് ആലോചിക്കുക. I am sure that you will continue because you have no other option, because your mindset is fixed. പക്ഷെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ എസൻസിന് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എസൻസിനെതിരെ പരിപാടികൾ എപ്പോൾ സംഘടിപ്പിക്കുന്നു, അല്ലെങ്കിൽ ലിറ്റ്മസിനെതിരെ പരിപാടികൾ സംഘടിപ്പിക്കുന്നു, ആ ഒരു ചരിത്രം തന്നെയാണുള്ളത്. പക്ഷെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇത് എത്ര ഒരു വലിയ മഹത്തരമായ കാര്യം തോന്നില്ല. ഈ വ്യക്തി തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ പോസ്റ്റോടുകൂടി അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ഉറിയിൽ ആടുന്ന യുക്തിവാദം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്, പോസ്റ്റ് ഇട്ടാണ്. അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ UAPA. ഈ UAPA യുക്തിവാദം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നൊരു മാന്യ പ്രേക്ഷകൻ ചോദിച്ച ഒരു ചോദ്യം എനിക്ക് ലിറ്റ്മസിനോടനുബന്ധിച്ച് ഏറ്റവും എന്താ പറയുക സാർത്ഥകമായി തോന്നിയ ഒരു ചോദ്യമാണ്. ഇത്തരം ചോദ്യങ്ങളെക്കുറിച്ച് മനസ്സിരുത്തി ആലോചിക്കണം, ചിന്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ സംഗതി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാസ്തികനാവുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. നാസ്തികൻ്റെ ജനിതകം എന്ന് പറയുന്നതും നിങ്ങൾക്കിവിടെ ബോധ്യപ്പെട്ട കാര്യമാണ്. അത് ട്രൈബലിസത്തെ ഒന്നും അംഗീകരിക്കുന്നതല്ല. അപ്പം ചോദ്യങ്ങൾ കൂടി മറുപടി പറയാം. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ വിഭവങ്ങൾ അധിനിവേശക്കാർ തട്ടിയെടുക്കുമെന്ന മോഡിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശം വിമർശിക്കുന്നു എന്ന വ്യാജേന താങ്കൾ മൻമോഹൻ സിംഗിനെയാണ് വിമർശിച്ചത് എന്നൊരു പ്രമുഖ യുക്തിവാദി പ്രസന്റേഷനിൽ പറയുകയുണ്ടായി. ഇതിനു മുമ്പ് താങ്കളുടെ അഭിപ്രായം? വ്യാജേനയൊന്നുമല്ല, ഈ രണ്ടുപേരുടെയും അഭിപ്രായങ്ങളെയാണ് വിമർശിച്ചത്. മോദി പറഞ്ഞതിനെയും മൻമോഹൻ സിംഗ് പറഞ്ഞതിനെയും സെപ്പറേറ്റായിട്ട് തന്നെയാണ് വിമർശിച്ചത്. രണ്ടും ശരിയല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഒരു വ്യാജേനയില്ല അതിനകത്ത്. മൻമോഹൻ സിംഗ് പറയേണ്ട പ്രസ്താവനയല്ല മൻമോഹൻ സിംഗ് പറഞ്ഞത്. മോദി നടത്തേണ്ട